ഈ പകൽക്കാലം നമ്മുടെ ദൈവവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം എ ജോണാണ്. ആമേ. ഈ പകൽക്കാലം നമ്മളെല്ലാം വരുന്നതിന് മുൻപായി തന്നെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കടന്നു വന്നു. സ്തോത്രം. ക്ഷണിച്ചപ്പോൾ തന്നെ യാതൊരു വൈമനസ്സും പറയാതെ കടന്നു വരാമെന്ന് സമ്മതിക്കുകയും വളരെ തിരക്കുകളുടെ നടുവിലും ആമേ സ്തോത്രം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ബഹുമാനിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ഈ പകൽക്കാലം ആയിരിക്കാം. നമ്മുടെ പ്രാർത്ഥനയാണ് കർത്തൃഭൃത്യന്മാരുടെ ശുശ്രൂഷയ്ക്ക് വളരെ ശക്തി. നാം എത്രമാത്രം പ്രാർത്ഥിക്കുമോ അത്രമാത്രം ദൈവം തന്റെ ദാസന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഈ പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ദൈവമേ എന്നോട് നീ സംസാരിക്കണമേ. ഇന്ന് പകൽ ഞാൻ ദൈവ ശബ്ദം കേൾക്കുവാൻ, ദൈവിക സ്പർശനം അനുഭവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മോട് ഇടപെടുവാനിടയായി തീരും. അപ്രകാരം വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും വിശ്വാസത്തോടും നമുക്കായിരിക്കാം. തുടർന്നുള്ള സമയം ശുശ്രൂഷകൾക്കായിട്ട് ബഹുമാനിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം എ ജോൺ സാറിനെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന് സമ്മതിക്കുവാൻ, ദൈവജനം പങ്കുവയ്ക്കുവാൻ ഇടയാകുന്നതിൽ സന്തോഷിക്കുന്ന ദൈവത്തെ മോദപ്പെടുത്തുന്നു. ബഹുമാനിയ കർത്തദാസന്മാർ പാസ്റ്റർ കെ എം ജോർജ്, പാസ്റ്റർ ജി ജി അലക്സാണ്ടർ, പാസ്റ്റർ ജോമോൻ എബ്രഹാം, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഒന്നാം വാക്യം 123 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 121 സങ്കീർത്തനം 123 സങ്കീർത്തനം 1-ാം വാക്യം. ഈ 2 ആരോഹണ ഗീതങ്ങളിലും സഹായത്തിന് വേണ്ടി ദൈവത്തിലേക്ക് കണ്ണുയർത്തുന്ന ഭക്തനെയാണ് നമ്മൾ കാണുന്നത്. ആരോഹണ ഗീതം എന്ന് വെച്ചാൽ നമുക്കറിയാം, ദൈവത്തെ ആരാധിപ്പാൻ ദൈവജനം യെരൂശലേം ദേവാലയത്തിൽ ആ മോറിയാമലയിൽ ആരോഹണം ചെയ്തു പോകുമ്പോൾ പാടിക്കൊണ്ടു പോകുന്ന പാട്ടുകളെയാണ് ആരോഹണ ഗീതമെന്ന് പറയുന്നത്. അവരൊന്നാമത് ആരോഹണത്തിലാണ്, മുകളിലോട്ടുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ അവർ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തുന്നു. എന്തിന്? സഹായത്തിന്. ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തിയാൽ എന്തെല്ലാം ലഭിക്കുമെന്ന ധാരാളം വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ടെങ്കിലും സങ്കീർത്തനത്തിൽ നിന്ന് മാത്രം 2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തിയാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം 25-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം. 25-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം. എന്റെ കണ്ണെപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തിയാൽ ദുഷ്ടൻ ഉയർത്തുന്ന കെട്ടിപ്പടുക്കുന്ന വലയിൽ അകപ്പെടാതിരിപ്പാൻ തക്കോണം മടിയാകും. നമുക്കെതിരായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരായി വല വിരിച്ച് കെണിയുണ്ടാക്കി കുഴിയുണ്ടാക്കി അതിലകപ്പെടുത്തുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദുഷ്ടന്റെ വലയിൽ അകപ്പെടാതിരിക്കുന്നത് നമ്മുടെ കണ്ടെപ്പോഴും ദൈവത്തിങ്കിലേക്ക് ആയതുകൊണ്ടാണ്. എത്രയോ കുഞ്ഞുങ്ങളെ ഇരുട്ടിന്റെ ശക്തികൾ വലയിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കെണിയിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വലിയവനായ ദൈവം നമ്മുടെ അവകാശങ്ങളെ വലയിൽ അകപ്പെടാതെ വേണം സൂക്ഷിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ എപ്പോഴും ദൈവത്തിങ്കിലേക്ക് ആയതുകൊണ്ട്. ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തിയാൽ ഉണ്ടാകുന്ന 2-ാമത്തെ നേട്ടം 34-ാം സങ്കീർത്തനം 5-ാം വാക്യം. ഇതാണ് മറ്റൊരു നേട്ടം. ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തിയാൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇത് നമ്മുടെ എല്ലാം ജീവിത അനുഭവങ്ങളാണ്. മനുഷ്യരിലേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന ഭക്തൻ
ഒരിക്കലും ലജ്ജിക്കുവാൻ തക്കണമടിയാക്കുന്നില്ല. അവങ്കിലേക്ക് നോക്കിയത് കൊണ്ടാണ് നമ്മുടെ തലകളെ ഉയർത്തി നാളിതുവരെ ദൈവം നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തി അനുഗ്രഹം പ്രാപിച്ച 4 രംഗങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അതേതൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടുവാനാണ് പ്രാരംഭമായി മുഖവരിയായി ഇത്രയും കാര്യം പറഞ്ഞത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിങ്കിലേക്ക് തല ഉയർത്തി നോക്കി അനുഗ്രഹം പ്രാപിച്ച 4 സംഭവങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. 1, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14, 15 വാക്യങ്ങൾ. അബ്രഹാമിന്റെ ഇടയന്മാർക്കും ലോത്തിന്റെ ഇടയന്മാർക്കും തമ്മിൽ ശണ്ടയുണ്ടായി. അബ്രഹാം ലോത്തിനോട് പറയുന്നു, നമ്മുടെ ഇടയന്മാർ ശണ്ട കൂടുന്നു, കനാന്യരും പെരിസ്യരും ഒക്കെ ദേശത്ത് പാർക്കുന്നു, അതുകൊണ്ട് നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം. അബ്രഹാം നോക്കി സൊദോം ഗൊമോര പട്ടണം നീരോട്ടമുള്ള സ്ഥലമെന്ന് കണ്ടു, ആടുമാടുകളെ വളർത്താൻ കൊള്ളാകുന്ന സ്ഥലമെന്ന് കണ്ടു. മക്കളെ വളർത്താൻ കൊള്ളാകുന്ന സ്ഥലമാണോ എന്നല്ലവൻ നോക്കിയത്, ആടുമാടുകളെ വളർത്താൻ കൊള്ളാവുന്ന സ്ഥലം. അവനത് തിരഞ്ഞെടുത്ത് അബ്രഹാമിനെ വിട്ടുമാറിയപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇനി തലപൊക്കി നോക്കാൻ പോ, നീ കാണുന്ന ദേശമുണ്ടല്ലോ, ഇത് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ ശാശ്വത അവകാശമായി നൽകാൻ പോവുകയാണ്. ദൈവത്തിന്റെ അധീനതയിൽപ്പെട്ടതായ ഒരു ഭൂപ്രദേശം ദൈവം അബ്രഹാമിന് തീരാധാരമായി എഴുതി കൊടുക്കുന്ന സംഭവമാണ്. ഈ സ്ഥലം നിനക്കും നിന്റെ സന്തതികൾക്കും ഞാനിതാ എഴുതി നൽകുകയാണ്. കാലം ഒത്തിരി മുന്നോട്ട് പോയി. അബ്രഹാമിന്റെ സന്തതി ഏകദേശം 400 വർഷം മിസ്രൈമിൽ ചെന്ന് പാർത്തു. അവിടെ നിന്ന് അവരവരുടെ അപ്പന്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോൾ കാണാം, നമ്മൾ ആവർത്തന പുസ്തകം 31-ാം അധ്യായം ഈ ഭാഗം വിടാതെ 3-ാം വാക്യം വായിക്കാം, എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം. ആ ആ ആ മതി. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും. വാസ്തവത്തിൽ നിന്ന് ആൾക്കാർ ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ ഒരുക്കിക്കൊണ്ടുവന്ന ദൂത, ദൈവം തൻ്റെ ജനത്തിന്റെ മുമ്പിൽ നടന്ന 7 സംഭവങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അത് പ്രസംഗിക്കാനാണ് ഞാൻ വന്നത്. അതിലൊന്നാണ് ഈ വാക്യം. ഇത് 2-ാമത്തെ വിഷയമാണ്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം മുമ്പിൽ നടക്കുന്ന ഒരു സംഭവമുണ്ട്. 7 സംഭവങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. ദൈവം തൻ്റെ ജനത്തിന്റെ മുമ്പിൽ നടന്നത്. ദൈവം എങ്ങനെല്ലാം നടക്കും, നടന്നാൽ എന്തെല്ലാം സംഭവിക്കും. ഇവിടെ ദൈവം തൻ്റെ ജനത്തിന്റെ മുമ്പിൽ നടന്നത് ജാതികളെ നീക്കിക്കളഞ്ഞ ദേശം അവകാശമാക്കി കൊടുക്കുവാൻ. ഏത് ജാതികൾ ദൈവജനത്തിന്റെ അവകാശ ഭൂമിയിൽ കാലടി വെച്ച് നിൽക്കുന്ന, അവകാശം പതഞ്ഞ് നിൽക്കുന്ന ജാതികളെ നശിപ്പിച്ച് ആ ദേശം തൻ്റെ ജനത്തിന് അവകാശമായി കൊടുക്കുവാൻ, കനാൻ നാട്ടിൽ പാർക്കുന്ന ജാതികളെ നശിപ്പിക്കുവാൻ. ഒരിക്കലും പെന്തിക്കോസ്തുകാരൻ തന്നെ എന്നോട് ചോദിച്ചു, പഴയ നിയമത്തിലെ ദൈവം എന്തൊരു ദൈവമാണ്, കൊല്ലുന്ന ദൈവം, എല്ലാവരെയും കൊല്ലുക, കനാൻ നാട്ടിൽ പാർത്തവരെല്ലാം കൊന്നേച്ച് ആ ദേശം പിടിച്ച ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. ഇതൊക്കെ ശരിയാണോ? ഈ കഥ അറിയാതെ ആട്ടം കാണുക എന്ന് പറയും. സംഭവം മനസ്സിലാക്കാതെ ഇങ്ങനെ ചിലതൊക്കെ വേദപുസ്തകത്തെ നോക്കിക്കാണുന്നത്.
ഈ ദേശമെന്ന് പറയുന്നത്, കനാനാടെന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനെ എഴുതി കൊടുത്ത ദേശമാണ്. ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, പണ്ടൊക്കെ ഈ തമിഴ്നാട്ടില് മാഞ്ചിയം തോട്ടം, വസ്തു വിൽക്കാനുണ്ട്, കശുമാവൻ തോട്ടം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പോയി വാങ്ങിച്ച് കളിപ്പീതിൽ അകപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവിടെ തട്ടിപ്പും വെട്ടിപ്പോവാം. പലതും പണം കളഞ്ഞ പലതും എനിക്ക് നേരിട്ടത്. അപ്പൊ ഞാനും ചെങ്കോട്ടയിൽ ചെന്ന് ഒരു 10 ഏക്കർ കശുമാവൻ തോട്ടം വാങ്ങിച്ചു. ഇപ്പൊ പാതി ഉറക്കത്തിൽ എന്നെ കേട്ടവർ നാളത്തോട്ട് പറഞ്ഞു നടക്കും, എം എ ജോൺ പാസ്റ്റർക്ക് ചെങ്കോട്ടയിൽ 10 ഏക്കർ കശുമാവൻ തോട്ടമുണ്ട്. അപ്പൊ ഞാൻ പോയി വാങ്ങിച്ചു. ഒന്നുമല്ല, ഒരു നല്ലവനായ മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ 10 ഏക്കർ കശുമാവൻ തോട്ടം വാങ്ങിച്ചു. പേതിക്കൂട്ടി ചുറ്റും കമ്പിവേല് കെട്ടി ഞാനിങ്ങ് പോന്നു. പിന്നെ ആ വഴിക്ക് പോയില്ല, സമയം കിട്ടിയില്ല. കാലോത്ത് മുന്നോട്ട് പോയി ഞാനങ്ങ് മരിച്ചു. എൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേർ അപ്പൻ്റെ റെക്കോർഡെല്ലാം നോക്കിയപ്പോൾ അപ്പന് ചെങ്കോട്ടയിൽ 10 ഏക്കർ കശുമാവൻ തോട്ടം. 3 പിള്ളേരും കൂടെ വച്ചു പിടിച്ചു ചെങ്കോട്ടയ്ക്ക്. ഈ തെന്മല കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിൽ ചെല്ലുമ്പോൾ എസ്കേവ് ഉണ്ട്. എൻ്റെ പൊന്നെ, അതിന് കാണണം. പേടിച്ചു എസ്കേവ്. അവിടെ എത്തിയപ്പോൾ കൊച്ചോള് പറഞ്ഞു, അയ്യോ ഞാനൊക്കെ അപ്പത്തോട്ടില്ല. അവളെ യാത്ര അവസാനിപ്പിച്ചു. ബാക്കി 2 പേരും കൂടെ പോവുക അപ്പൻ്റെ കശുമാവൻ തോട്ടം കാണാനും പിടിച്ചെടുക്കാനും. അവിടെ ചെന്നു. കശുമാവൻ തോട്ടമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, 10-100 പേര് വീടും കൂടും പണിത് സുഖമായിട്ട് താമസിക്കുന്നു. ഒരുത്തൻ കുറിച്ച് എരുമകളെ വളർത്തുന്നു, വേറെ ആൾ കുറിച്ച് ആടുകളെ വളർത്തുന്നു. അതിൽ ഒരുത്തൻ കേറുന്ന ഭാഗത്ത് കണ്ണായ സ്ഥലത്ത് ഒതേക്ക സ്ഥലം വകഞ്ഞു പിടിച്ച് മതിൽ കെട്ടി ഗേറ്റും പണിത് ഗേറ്റിൽ 2 ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയേം കെട്ടിയിട്ടുണ്ട്. അതോട് കയറുകയാണ്. ഉടനെ മൂത്താൻ പറഞ്ഞു, എടാ നമുക്ക് തിരിച്ചു പോകാം. ഇവരുമായി മല്ലു പിടിക്കാൻ പോയാൽ ഇവർ നമ്മളെ തല്ലിക്കൊല്ലും. തിരിച്ചു പോക്ക് നടക്കത്തില്ല, നമുക്ക് പോകാം. പോയത് പോട്ടെ. അപ്പൊ രണ്ടാമന് അല്പം ഉസിര് കൂടുതലാണ്. ആ പറഞ്ഞ് അതൊക്കെ നോക്കുന്നത്, ഇത് അപ്പൻ്റെ വസ്തുവല്ലയോ, ആധാരം കയ്യിലുണ്ടല്ലോ. ഇവിടെ പോലീസും കോടതിയും ജഡ്ജിയും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് നിയമ നടപടിക്ക് പോകണം. ഉടനെ 2 പേര് നിയമ നടപടി, പോലീസായി കോടതിയായി കേസായി. കേസൊക്കെ വാദിച്ച ഈ 100 എണ്ണത്തിനെ അടിച്ച് വെളിയിലാക്കി. മതിൽ കെട്ടി പണിതവന്റെ മതിൽ പൊളിച്ചു. ഇവരിത് അവകാശമാക്കി അതിന്റെ ആദായം എടുത്തു. ഈ ചെയ്തതിൽ എന്തോ തെറ്റ്? ഇതാ ചെയ്യേണ്ടത്. ഇത്രയും കാര്യമേ കനാൻ നാട്ടിൽ സംഭവിച്ചുള്ളൂ. ഇതിലധികം ഒന്നും സംഭവിച്ചില്ല. അബ്രഹാമിന് ദൈവം എഴുതി കൊടുത്ത ദേശം അത് അവകാശമാക്കാൻ അവന്റെ കൊച്ചുമക്കൾ കനാൻ നാട്ടിലേക്ക് പോകുക. ഇവര് 400 വർഷം മിസ്രൈമിൽ ചെന്ന് പാർത്തു. അത് കനാന്റെ ചുറ്റുപാടും കിടക്കുന്ന ജാതികൾ അറിയേണ്ട കാര്യമില്ല. അബ്രഹാമിന്റെ കൊച്ചുമക്കൾ പലയിടത്തും പോയി താമസിക്കും. അത് അവരും ദൈവവും തമ്മിൽ കണക്ക് തീർത്തോളും. ഉടമസ്ഥനില്ലാത്ത വസ്തുവാണെന്ന് പറഞ്ഞ 7 കനാന്യ ജാതിക്കാർ ഇതിനകത്ത് കയറി വീടും കൂടും പണിത സുവാട് താമസിക്കുന്നു. അതിലൊരുത്തൻ എരിഹോ കോട്ട പണിതു. ആരെ അകത്തെ കേട്ടതില്ലെന്ന്. ഈ സമയത്താണ് ഈ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തത്. മോശ ഒറ്റുകാരെ അയച്ചു. 10 പേര് വന്ന് പറഞ്ഞു, ആ ദേശം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ ഉസിലുള്ള 2 പേർ, യോശുവയും കാലേബും, അവര് പറഞ്ഞു നമുക്ക് ആ ദേശം പിടിച്ചെടുക്കാം. ദൈവം നമ്മോട് കൂടിയുണ്ട്. ദൈവം നമുക്ക് വാഗ്ദത്തം തന്ന ദേശമാണ്. അതിലെത്തിയപ്പോൾ 2 ഗോത്രക്കാര് യാത്ര അവസാനിപ്പിച്ചു. ഞങ്ങളൊക്കെ ഇതൊക്കെയില്ല. റൂബേനിയ, ഗാദ്യ, മനശ്ശയുടെ പാതി ഗോത്രം. ബാക്കി 9 ഗോത്രക്കാർ അക്കരെ ചെന്ന് 31 യുദ്ധങ്ങൾ നടത്തി 7 കനാന്യ ജാതികളെ നശിപ്പിച്ച അവരുടെ പിതാവിന് ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശം അവകാശമാക്കി. ഇത്രേ ഇവിടെ നടന്നുള്ളൂ. ദൈവം തന്റെ ജനത്തിന്റെ മുമ്പിൽ നടന്നത് എന്തിന്? ദൈവജനത്തിന്റെ അവകാശത്തിന്റെ മേൽ കാലുവച്ച് നിൽക്കുന്ന
ജാതീയ ശക്തികളെ നശിപ്പിക്കാനെങ്കിൽ ഉപവസിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം നമ്മുടെ മുമ്പിലും നടക്കുന്നുണ്ട്. നമ്മുടെ അവകാശത്തിന്റെ മേൽ അവകാശം പറഞ്ഞ് നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ നശിപ്പിക്കാൻ. സ്തോത്രം. നമ്മുടെ തലമുറകൾ നമ്മുടെ അവകാശമാണ്. നമ്മുടെ തലമുറയുടെ നന്മയ്ക്കെതിരായി, ഉയർച്ചയ്ക്കെതിരായി, കെട്ടുപണിക്കെതിരായി, വിദ്യാഭ്യാസത്തിനെതിരായി, നന്മയ്ക്കെതിരായി അവകാശം പറഞ്ഞു നിൽക്കുന്ന ജാതീയ ശക്തികളെ ദൈവം നശിപ്പിക്കുന്നവനാണ്. സ്തോത്രം. ദൈവം ജാതികളെ നശിപ്പിക്കുന്നു. എന്തിനാ? നമ്മുടെ അവകാശം നമ്മുടെ കയ്യിലേക്ക് തന്നെ മടക്കി തരാൻ. ദൈവം തന്നെ ഉത്തരവാദിയായിട്ട് നിന്നാണ് ഈ യുദ്ധം ചെയ്യുന്നത്. ഇന്നും ഈ ആധാരം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഈ ആധാരം സംബന്ധിച്ച് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഞാനാണ് ഉത്തരവാദി എന്ന വസ്തു എഴുതി കൊടുക്കുന്നവൻ എഴുതണം. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ദൈവം എഴുതി കൊടുത്ത വസ്തുവാണ്. അതിന്റെ ഉത്തരവാദിത്തം യഥാർത്ഥി അവകാശിക്കുക. അത് കൊടുക്കേണ്ടത് വസ്തു എഴുതി കൊടുക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ദൈവം തന്നെ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. യോശുവയുടെ പുസ്തകത്തിൽ പല പ്രാവശ്യം എഴുതിയിരിക്കുന്ന വാക്യമുണ്ട്, ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയായിരുന്നു. ഒന്നിലധികം പ്രാവശ്യം ആ വാക്യമുണ്ട്, ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. എന്തിന്? അവരുടെ അവകാശത്തെ ദൈവം അവർക്ക് കൊടുക്കുവാൻ. ദൈവം നമുക്ക് വാഗ്ദത്തം തന്ന അവകാശത്തെ കരഗതമാക്കാൻ കഴിയാതെ വണ്ണം തടഞ്ഞു നിൽക്കുന്ന എല്ലാ ശക്തികളെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം വെട്ടിമാറ്റുകയാണ്. നന്മയ്ക്കെതിരായി വാഗ്ദത്തം കരഗതമാക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. സ്തോത്രം. ജാതികളെ നശിപ്പിച്ച് അസാധ്യമായതിനെ കൈവശമാക്കുവാൻ ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടക്കുന്നു. അബ്രഹാമിലേക്ക് മടങ്ങി വരാം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അവൻ കണ്ട ഒന്നാമത്തെ കാര്യം, വാഗ്ദത്ത ദേശം അവൻ കണ്ടു. അവനത് കരഗതമാക്കി. അപ്പോൾ തന്നെ വിശ്വാസത്തോടുകൂടി അവൻ മറ്റൊരു കാഴ്ചയും കൂടെ കാണുകയാണ്. അത് എബ്രായ ലേഖന കർത്താവ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഭൂമിയിലെ കനാൻ നാട് മാത്രമല്ല അവൻ കണ്ടത്, മറ്റൊരു ദേശം കൂടി അവൻ നോക്കി കാണുകയാണ്. അപ്പോൾ അബ്രഹാം മറ്റൊരു കാഴ്ചയും കൂടെ കണ്ടു. ഒരു സ്വർഗീയ പട്ടണം, യഹോവ തന്നെ ശില്പിയായി പണിയുന്ന അടിസ്ഥാനങ്ങൾ ഉള്ളതായ ആ നഗരം അബ്രഹാം നോക്കിക്കാണുക. അബ്രഹാം ഒന്നാമത് തലപൊക്കി നോക്കിയപ്പോൾ വാഗ്ദത്ത ദേശം നോക്കിക്കണ്ടു. അവനത് അവകാശമാക്കി. അബ്രഹാം തലപൊക്കി നോക്കിക്കണ്ട രണ്ടാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. 15-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ദൈവം അബ്രഹാമിനെ തന്റെ കൂടാരത്തിന്റെ പുറത്തിറക്കി. അതിന് കാരണമുണ്ട്. അബ്രഹാം ദൈവത്തോട് പറയുന്നു, എന്റെ അവകാശി ഈ ദമ്മശേക്കുകാരനാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഒരിക്കലും അങ്ങനെ ആകത്തില്ല. നിന്റെ അവകാശി ദമ്മശേക്കുകാരനായ ദാസനല്ല.
പുറത്തിറക്കി വെച്ച ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, തലപൊക്കി ആകാശത്തേക്ക് നോക്ക്, ഈ കാണുന്ന നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ നീ എണ്ണാം, ഇതുപോലെ എണ്ണിക്കൂടാതെ വണ്ണം ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ വാഗ്ദത്ത സന്തതികളെ കണ്ടു, അവനത് അവകാശമാക്കി. കടൽക്കരയിലെ മണൽത്തരികളെ പോലെ ഞാൻ നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. തലമുറയുള്ള ബന്ധത്തിൽ, സന്തതിയുള്ള ബന്ധത്തിൽ ഈ രണ്ട് വാഗ്ദത്തമാണ് കൊടുത്തത്. ഒന്ന്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. രണ്ട്, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ. അതിന് ചില വേദപണ്ഡിതന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം, ഇസഹാക്കിന്റെ സന്തതികൾ, വാഗ്ദത്ത സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഇന്ന് ഭൂമിയിൽ ശോഭിക്കുമ്പോൾ, ഇസ്മായേലിന്റെ സന്തതികൾ കടൽക്കരയിലെ മണൽത്തരികളെ പോലെ ദൈവം അവരെയും വർദ്ധിപ്പിച്ചു എന്ന്. സ്വീകരിക്കാൻ കൊള്ളാവുന്ന വ്യാഖ്യാനമാണെങ്കിൽ സ്വീകരിക്കുക, അതൊക്കെ വ്യാഖ്യാനമെന്നേ ഉള്ളൂ. ഏതായാലും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ദൈവം അവന്റെ സന്തതികളെ വർദ്ധിപ്പിച്ചു. ഈ വാഗ്ദത്തം ദൈവം കൊടുക്കുമ്പോൾ ഈ വാഗ്ദത്ത നിവർത്തിക്ക് യാതൊരു സാധ്യതയും അബ്രഹാമിലുമില്ല, സാറായിലുമില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇതിനോടനുബന്ധിച്ച് സാറായിയെ പറ്റി പറയുന്ന ഒരു വാക്യമുണ്ട്. അപ്പോൾ ഈ വാഗ്ദത്തം ദൈവം അബ്രഹാമിന് വെളിയിൽ നിർത്തി കൊടുക്കുമ്പോൾ കൂടാരത്തിനകത്ത് മറ്റൊരു കാര്യം ദൈവം ചെയ്യുകയാണ്. ഈ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടുന്നത് സാറായിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണിയാൽ പുത്രോത്പാദനത്തിന് ശക്തി ദൈവം സാറായിക്ക് കൊടുത്തു. ഈ ഭാഗം ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, അവരുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തന ശേഷി ശക്തിയൊക്കെ ദൈവം കൂട്ടിയെന്ന അങ്ങനെ ധ്വനി ആ വാക്യത്തിലുണ്ട്. പുത്രോത്പാദനത്തിന് ശക്തി കൊടുത്തു. പക്ഷേ ഇവരുടെ ആന്തരിക അവയവങ്ങളുടെ കാര്യങ്ങളിലുള്ള മാറ്റം മാത്രമല്ല, ദൈവം സാറായിയെ മുഴുവനായിട്ട് അഴിച്ചു പണിതു. തെളിവ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 10 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 10 തുടങ്ങിയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ വരും, ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം. അന്നേരം നിങ്ങൾക്കൊരു മകനുണ്ടാകും. ഈ വാഗ്ദത്തം കൊടുക്കുമ്പോൾ അബ്രഹാമിന്റെ വയസ്സ് 99, സാറായിയുടെ വയസ്സ് 89. ഇതിനടുത്ത വർഷം ഇസ്ഹാക്ക് ജനിക്കുന്നു. അന്നേരം അബ്രഹാമിന്റെ വയസ്സ് 100, സാറായിയുടെ വയസ്സ് 90. ഇതിന്റെ തലേ വർഷം നടന്ന സംഭവം. ഈ വാഗ്ദത്തം കൊടുക്കുമ്പോൾ അവർ ഉള്ളുകൊണ്ട് ചിരിച്ചു, സാറായും ചിരിച്ചു. അവർ രണ്ടുപേരും വയസ്സ് ചെന്ന വൃദ്ധരായിരുന്നു. ഒരു 99 വയസ്സുകാരനെ ഇന്ന് നമ്മൾ കാണുമ്പോൾ എങ്ങനെ കാണും? ഇത് നമ്മളെ ഭാവനയെ കൊണ്ടുപോകണം. പല്ലു ഒഴിഞ്ഞ്, കവിളൊട്ടി, തൊലിയെല്ലാം ചുക്കി ചുളിഞ്ഞ്, നമ്മുടെ ഭാഷയിൽ വലിയ വലിയ അപ്പച്ചൻ, അതുപോലെ അബ്രഹാം ഇതിപ്പോൾ. സാറായി 89 വയസ്സുകാരി, പല്ലും കൊഴിഞ്ഞ്, കവിള് ഒട്ടി, തൊലിയെല്ലാം ചുളിഞ്ഞ്, നമ്മുടെ ഭാഷയിൽ വലിയ വല്യമ്മച്ചി. ഇപ്പൊ ഈ രണ്ടുപേരും വലിയ വല്യപ്പച്ചനും വലിയ വല്യമ്മച്ചിയുമായിട്ട് ഇരിക്കുക. ഇവർക്കാണ് വാഗ്ദത്തം കൊടുക്കുന്നത് അടുത്ത വർഷം സന്തതിയെ കിട്ടുമോ. ഇനി 20-ാം അധ്യായം എടുത്തേ, 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചേ. ആ ആ ആ ആ ആ ആ
ശ്രദ്ധിച്ചോ? 89 വയസ്സുകാരിയെ അബീമേലേക്ക് തട്ടിക്കൊണ്ടുപോയത്. അയാൾക്ക് തലയ്ക്ക് വട്ടാം. വലിയ വലിയ മെച്ചിയെ ഒരു രാജാവ് മോഷ്ടിച്ചോണ്ട് പോയി. ഒരു ലോക മനുഷ്യൻ കണ്ട് മോഹിച്ച് തട്ടിക്കൊണ്ട് പോകത്തക്കവണ്ണം സാറായിയ യൗവനയുക്തിയാക്കിയ നാം മനസ്സിലാക്കേണ്ടത്. പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചു എന്ന് പറയുമ്പോൾ ആന്തരികമായ മാറ്റം മാത്രമല്ല ദൈവം ചെയ്തത്, ബാഹ്യമായും ദൈവം അവളെ മാറ്റിയെടുത്തു. ഒരു വാഗ്ദത്തം തരുമ്പോൾ വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടുന്നതല്ല ദൈവം ചെയ്യുന്നവനാണ്. സ്തോത്രം. വാഗ്ദത്തം എന്ന് പറയുന്നത് അസാധ്യതകളെ പറ്റിയാണ് വാഗ്ദത്തം വരുന്നത്. സാധാരണ നിലയിൽ നടന്നു പോകുന്ന കാര്യത്തിന് വാഗ്ദത്തം ഒന്നും വേണ്ട, അത് നടക്കും. വാഗ്ദത്തം ലഭിക്കുന്നത് അസാധ്യമായ വിഷയങ്ങൾക്കാണ്. അതിനാണ് വാഗ്ദത്തം വേണ്ടത്. ഇവിടെ ദൈവം ഈ വാഗ്ദത്തം കൊടുക്കുമ്പോൾ വാഗ്ദത്ത നിവർത്തിക്ക് യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നവരുടെ മേൽ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തെങ്കിൽ, ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തം, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ലഭിച്ച വാഗ്ദത്തം, അതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടുന്നതെല്ലാം ദൈവം തന്ന് സഹായിക്കുന്നവനാണ്. അബ്രഹാം തലപൊക്കി നോക്കി വാഗ്ദത്ത സന്തതികളെ കണ്ടു, അവകാശമാക്കി. ഒന്ന്, തലപൊക്കി നോക്കി വാഗ്ദത്ത ദേശം കണ്ടു, അവകാശമാക്കി. രണ്ട്, തലപൊക്കി നോക്കി വാഗ്ദത്ത സന്തതികളെ കണ്ടു, അവകാശമാക്കി. ഇനി മൂന്ന്, അബ്രഹാം തലപൊക്കി നോക്കി അനുഗ്രഹം പ്രാപിച്ച മൂന്നാമത്തെ രംഗം 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യങ്ങൾ. തലപൊക്കി നോക്കിയപ്പോൾ കണ്ടു. യജമാനനെ മതി. 3 പുരുഷന്മാർ അബ്രഹാമിന്റെ കൂടാരവാതിൽക്കൽ നിൽക്കുകയാണ്. ഹെബ്രോനിൽ അബ്രഹാം തലപൊക്കി നോക്കി 3 പേരെ കാണുകയാണ്. അബ്രഹാം അവരെ സംബോധന ചെയ്യുന്നത് യജമാനന്മാരെ നല്ല, വാസ്തവത്തിൽ അങ്ങനെ വേണം വിളിക്കാൻ. 3 പേരുണ്ട് യജമാനന്മാരെ. പക്ഷെ അബ്രഹാം ഏകവചനത്തിലാണ് വിളിച്ചത്, യജമാനനെ. ഈ 3 പേരിൽ ഒരുവനെ യജമാനനായിട്ടുള്ളൂ. അത് വാഗ്ദത്തം കൊടുത്ത ദൈവമാണ്. തെളിവുണ്ട്. അത് ഈ അധ്യായം 22-ാം വാക്യം. 22-ാം വാക്യം. സോദോമിലേക്ക് പോയി. അപ്പോൾ ഈ 3 പേരിൽ 2 പേര് ദൂതന്മാർ. അവര് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. ഒരുവൻ യഹോവയാണ്, വാഗ്ദത്തം ചെയ്ത് കൊടുത്തവനാണ്. അബ്രഹാമോ ആ യജമാനന്റെ മുമ്പിൽ തന്നെ നിന്നു. അബ്രഹാം 3-ാമത് തലപൊക്കി നോക്കിയപ്പോൾ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു. അത്രയും മനസ്സിലാക്കിയാൽ പോരാ. അബ്രഹാം വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. വേദപുസ്തകത്തിൽ അബ്രഹാം ദൈവത്തെ അറിഞ്ഞ 4 സംഭവങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാലേ
എങ്ങനെയുള്ള ദൈവത്തെ അബ്രഹാം കണ്ടു എന്ന് വ്യക്തമാകത്തുള്ളൂ. അബ്രഹാം തലപൊക്കി നോക്കി ദൈവത്തെ കണ്ടു. എങ്ങനെയുള്ള ദൈവത്തെ കണ്ടു? 4 വാക്യം വായിക്കാൻ പോവുക. ഈ ദൈവത്തെ അബ്രഹാം കാണുമ്പോൾ അബ്രഹാമിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം കൂടി ഉണ്ടാകും. ആ 4 വേദഭാഗത്ത് നമ്മൾ കാണാൻ പോവുക. ദൈവത്തെ അറിയുമ്പോൾ അബ്രഹാമിൽ നിന്നുണ്ടാകുന്ന ഓരോ പ്രതികരണങ്ങൾ കൂടിയുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്യം ഇത്തരണത്തിൽ നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാം വാക്യം. അതൊരു വലിയ വാക്യമാണ്. അതിൻ്റെ 2-ാം ഭാഗമാണ് നമുക്കിപ്പം പ്രസക്തം. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീതം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുമ്പോൾ മാറ്റം ഉണ്ടാകും. നോളജ് വിൽ ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്സ്. അറിവ് നമ്മുടെ സമീപന രീതികൾക്ക് മാറ്റം വരുത്തും. അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും, അവര് വീതം പ്രവർത്തിക്കും. അറിവാണ് നമ്മളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. പിന്നെ പല കാര്യങ്ങളിലും പല വ്യക്തികളെയും നമ്മൾ അറിയുന്നതിൽ പരിമിതികളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇങ്ങനെ പ്രാകൃതമായിട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഓ ഈ അവന് ഉഴപ്പനയിലെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ് തല്ലിപ്പൊളിയ എന്നൊക്കെ തോന്നിപ്പോ. എന്നാൽ അടുത്ത് കഴിയുമ്പോഴോ എൻ്റെ പൊന്നെ ഇതുപോലെ തങ്കപ്പെട്ട മനുഷ്യൻ ലോകത്തിലില്ല. വേറെ ചിലതേ ഒറ്റ നോട്ടത്തിൽ ആള് കൊള്ളാമെന്നൊക്കെ തോന്നും. അടുത്ത് കഴിയുമ്പോൾ ഇയാളെ പോലെ പിഴ ലോകത്തിൽ ആരുമില്ലെന്ന് മനസ്സിലാവും. അറിവാണ് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നത്, സമീപന രീതികൾക്ക് മാറ്റം വരുത്തുന്നു. എൻ്റെ സ്വഭാവത്തെ അടിമുടി മാറ്റി മതിച്ച ഒരു സംഭവം നടന്നു. ജോലിയുള്ള ബന്ധത്തില്ല. ഞാൻ 1981 മുതൽ 84 വരെ മാന്നാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. അതൊരു വലിയ ബ്രാഞ്ചാണ്. സാധനം അറിയാം. ഈ ബാങ്കിങ് ടെർമിനോളജിയിലെ ചെസ്റ്റ് ബ്രാഞ്ച് എന്നൊക്കെ പറയും. ഒത്തിരി പണമൊക്കെ സൂക്ഷിക്കുന്ന അവിടെ നിന്നാണ് അടുത്തുള്ള ബ്രാഞ്ചിനൊക്കെ പണം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചെസ്റ്റ് ബ്രാഞ്ചാണ്. ഒത്തിരി സ്റ്റാഫുണ്ട്. അപ്പം അതിൻ്റെ താക്കോലും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യില്ല. മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനവും പദവിയും ഒക്കെ അക്കൗണ്ടൻറ്റിന്. അന്ന് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ആ ബ്രാഞ്ചിലെ സ്റ്റാഫിൽ അധിക പങ്കും തിരുവനന്തപുരംകാരൻ. ക്ലിനിക്കൽ സ്റ്റാഫ്, പിന്നെ ഫീൽഡ് ഓഫീസർ, വേറൊരു അസിസ്റ്റന്റ് മാനേജറുണ്ട്. ഇവരെല്ലാം ട്രിവാൻഡ്രംകാരൻ. ഞങ്ങളെല്ലാ തിങ്കളാഴ്ച ഇവിടെ വേണാടിന് പോയി മാവേലിക്കര ഇറങ്ങും. മാനാടും പരിസരത്തൊക്കെ ലോഡ്ജിലും വീടുകളിലോട്ടൊക്കെ താമസിക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയേ ഉള്ളൂ ബ്രാഞ്ച്. 12 മണി വരെ ട്രാൻസാക്ഷൻ ഉണ്ട്. 2 മണിയാകുമ്പോൾ ഇതെല്ലാം കൂടെ ക്ലോസ് ചെയ്യണം. ഹോട്ടലിലേക്ക് ഒരു ഉണ്ണണം. പെട്ടിയും പ്രമാണം എടുത്ത് അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് പിടിച്ച് ചെങ്ങന്നൂർ വേണം. ഈ പരശുരാം എക്സ്പ്രസ് ഉണ്ട്, ഡേ എക്സ്പ്രസ്. അന്ന് അതിന് മാവേലിക്കര സ്റ്റോപ്പില്ല. ഇന്ന് മാവേലിക്കര സ്റ്റോപ്പുണ്ട്. 4 മണിയാകുമ്പോൾ പരശുരാം എക്സ്പ്രസ് ചെങ്ങന്നൂർ വരും. ഇത് കിട്ടാതെ പോയാൽ പിന്നെ 7 കഴിഞ്ഞുള്ള വേണാടെ കിട്ടും. ഇവിടെ വരുമ്പോൾ 10:11 ആവും. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും ബ്രാഞ്ചിലുള്ള എല്ലാ സ്റ്റാഫും സൂചി മൊനയിൽ നിന്നാണ് പണിയുന്നത്. കയറിയാൽ ഉടനെ അങ്ങ് പണി. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറല്ല, മാനുവലാണ്. അപ്പം ചെയ്യുന്ന ജോലി അന്നേരം ടാലി ചെയ്ത് ഞങ്ങളിങ്ങനെ പോകുക. എവിടെങ്കിലും തെറ്റുന്ന 12 മണിയാകുമ്പോൾ ഷട്ടറങ്ങിടും. പിന്നെ ബാക്കി ഡേ ബുക്കും കാര്യങ്ങളെല്ലാം കൂടെ ക്ലോസ് ചെയ്ത് ചെക്ക് ചെയ്ത് 2 മണിയാകുമ്പോൾ ബ്രാഞ്ച് ക്ലോസ് ചെയ്ത് വിളിച്ചാണ്. 12 കഴിഞ്ഞ് ആര് കസ്റ്റമേഴ്സ് വന്നാലും മുമ്പിലിരിക്കുന്ന ക്ലിനിക്കൽ സ്റ്റാഫ് തന്നെ സമയം കഴിഞ്ഞു, നീ തിങ്കളാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവർ വഴക്ക് പറഞ്ഞ് അങ്ങ് വിട്ടോളൂ. കാരണം അവർക്കും ട്രിവാൻഡ്രം പിടിക്കണം. അങ്ങനൊരു ശനിയാഴ്ച 12:30 മണിക്ക് പ്രായമുള്ളൊരു പിതാവ് കൗണ്ടറിൽ വന്നു. ഞാനിപ്പം പുറകിലത്തെ സീറ്റിലിരിക്കുക. ഒരു ചെക്ക് കൗണ്ടറിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടു.
സ്വാഭാവികമായി മുമ്പിൽ ഇരുന്ന ക്ലർക്ക് ഒത്തിരി ഷൗട്ട് ചെയ്ത് ഇനി ചെക്ക് പാസ്സാക്കാനൊക്കത്തില്ല, തിങ്കളാഴ്ച വന്നാൽ മതി എന്നൊക്കെ ഒത്തിരി വഴക്കൊക്കെ പോകും. ഈ അപ്പച്ചൻ പോയില്ല. അവിടെ ഇങ്ങനെ പരതി ഇങ്ങനെ നിൽക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് അപ്പച്ചൻ നേരെ അകത്ത് വന്ന് എൻ്റെ മുമ്പിൽ വന്നു. ഒരു 8,000 രൂപയുടെ ചെക്ക്, അന്ന് 8,000 എന്ന് വെച്ചാൽ വലിയ തുകയാണ്, വിലയുള്ള സമയം, എൻ്റെ മുമ്പിലോട്ട് നീട്ടി. സാറേ അത്യാവശ്യമാണ്, ഒന്ന് പാസ്സാക്കിത്താണ്. അപ്പം ഞാൻ മുമ്പിലത്തെ സംഭവം ഞാൻ കണ്ടോളിയോ, ഇനി തിങ്കളാഴ്ച വന്നാൽ മതി. ഈ സ്വതവും ഭാഷയല്ല, അന്നത്തെ ഭയങ്കര ഭാഷയാണ്. ഇത്രയും പറയുകയും ഈ പിതാവ് എൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി, ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കരയുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, എൻ്റെ മരുമകൾ ഇന്ന് രാവിലെ ട്രിവാൻഡ്രം RCCയിൽ വെച്ച് മരിച്ചു. ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. 4 മണിക്ക് അടക്കമാണ്. അതിൻ്റെ ചെലവിന് പണം എടുക്കാൻ വന്നതാണ്. എൻ്റെ പച്ചജീവൻ പോയി. ഞാൻ ആ അപ്പച്ചനെ എൻ്റെ മുമ്പിൽ ഇരുത്തി. ഞാൻ ചെക്ക് വാങ്ങിച്ചു. ഞാൻ തന്നെ കൗണ്ടറിൽ ചെന്ന ലഡ്ജറി പോസ്റ്റ് ചെയ്ത്, എല്ലാം മാനുവലാണ്. ചെക്ക് പാസ്സാക്കാൻ വേറെ ഓഫീസേഴ്സ് ഉണ്ട്, എങ്കിൽ എനിക്കൊരു സ്ക്രോളുണ്ട്. എൻ്റെ സ്ക്രോളിൽ ചെക്ക് പാസ്സാക്കി. ഹെഡ് കാഷ്യറുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു പൈസ ഇങ്ങ് തരാൻ പറഞ്ഞു. ക്യാഷ് ക്ലോസ് ചെയ്തെങ്കിൽ ലേറ്റ് ക്യാഷ് ആയിട്ട് ഇങ്ങ് തരാൻ പറഞ്ഞു. അതിനെല്ലാം ബാങ്കിലെ വകുപ്പൊക്കെ ഉണ്ട്. ഞാൻ ഈ പൈസ വാങ്ങിച്ച് അപ്പച്ചന് കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. ഈ മരുമകൾക്ക് 25 വയസ്സേ ഉള്ളൂ. 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഈ അപ്പച്ചൻ്റെ മകൻ ദുബായിലാണ്. വിവാഹം കഴിഞ്ഞ് 2-3 വർഷമേ ആയുള്ളൂ. 1 വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞിനെ ശേഷിപ്പിച്ച് ഈ പെൺകുട്ടിക്ക് ലുക്കീമിയ ആയിരുന്നു, ബ്ലഡ് ക്യാൻസർ. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ എൻ്റെ വേദന ഒന്നും കൂടെ കൂടി. ഒരു 25 വയസ്സുകാരി മരുമകൾ മരിച്ച് ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ട് വച്ചേക്കുന്നു. അത്രയും വേദനയോടെ നീറ്റലോടെ മുമ്പിൽ നിന്ന ആ പിതാവിനോടാണല്ലോ ഞാൻ ശോഭിച്ച് സംസാരിച്ചത്. ആ സംഭവം എൻ്റെ സ്വഭാവത്തെ അടപടലെ മാറ്റി. നമ്മൾ പലരെയും മുമ്പിൽ കണ്ടുകൊണ്ട് ശോഭിക്കുന്നു, സംസാരിക്കുന്നു. അവരുടെ ഉള്ളിലെ നീറ്റലുകൾ, നൊമ്പരങ്ങൾ നമ്മൾ കാണുന്നില്ല. നോളജ് വിൽ ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്സ്. അറിവാണ് നമ്മുടെ സമീപന രീതികൾക്ക് മാറ്റം വരുത്തുന്നത്. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും, വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിഞ്ഞ് അബ്രഹാമിന് സംഭവിച്ച 4 മാറ്റങ്ങൾ. എങ്ങനെയുള്ള ദൈവത്തെയാണ് അബ്രഹാം അറിഞ്ഞത്? 1, ഈ 3ാമത്തെ പോയിന്റിന്റെ ബൈ പോയിന്റാണ്. 1 അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ആ ആ ആ ആ ആ ആ അടുത്തത് അടുത്തത് അബ്രഹാം അറിഞ്ഞ 1ാമത്തെ ദൈവം, ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമയനായ ദൈവം. കൽദയ ദേശമായ ഊരിലാണ് അബ്രഹാം ഇരിക്കുന്നത്. ഊരെന്ന വാക്കിന്റെ അർത്ഥം ഡാർക്ക്നെസ്, ഇരുട്ടെന്നാണ്. ഇരുട്ടിലിരുന്ന അബ്രഹാമിന് ദൈവം വെളിപ്പെടുന്നത് തേജോമയനായ ദൈവമായിട്ട്. ആ തേജോമയനായ ദൈവത്തെ കണ്ട അബ്രഹാമിന്റെ പ്രതികരണം 3-ാം വാക്യത്തിൽ വായിച്ചു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ടു. തേജോമയനായ ദൈവത്തെ കണ്ടി അബ്രഹാം ചെയ്തത് പഴയ ബന്ധങ്ങൾ അറുത്തുമാറ്റി. കൽദയുടെ ദേശം വന്ന് വിട്ടു എന്ന് പറഞ്ഞാൽ പഴയ ആരാധന വിട്ടു, പഴയ കൂട്ടുകെട്ട് വിട്ടു,
പഴയ ചാച്ചക്കാരെ വിട്ടു. ഇങ്ങനൊരു ദൈവം നമ്മുടെ ജീവിതത്തിലും വെളിപ്പെട്ടതാണ്. പഴയതിനോട് വിട പറയുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീർന്നത്. പഴയ ആരാധന വിടുവാൻ, പഴയ ബന്ധങ്ങൾ വിടുവാൻ, ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുവാൻ നമുക്കിടയായത് തേജോമനായ ദൈവത്തെ നമ്മൾ കണ്ടു. അബ്രഹാം അതിന് ഒന്നാമത്തെ ദൈവം, ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമനായ ദൈവം. പ്രതികരണം, പഴയ ബന്ധങ്ങൾ അറുത്തുമാറ്റി. അബ്രഹാം അറിഞ്ഞ രണ്ടാമത്തെ ദൈവം, പല ദൈവങ്ങളല്ല, എങ്ങനെയുള്ള ദൈവത്തെ കണ്ടു എന്നാ ധ്വനി. രണ്ടാമത് അബ്രഹാം എങ്ങനെയുള്ള ദൈവത്തെ കണ്ടു? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യം. അടുത്തതോ മതി. അബ്രഹാം അറിഞ്ഞ രണ്ടാമത്തെ ദൈവം മോസ്റ്റ് ഹൈ ഗോഡ്, അത്യുന്നതനായ ദൈവം. ഈ മോസ്റ്റ് ഹൈ ഗോഡിന് എബ്രായ ഭാഷയിൽ ഏൽ എല്യോൻ എന്നാ പറയുന്നത്. ഏൽ എല്യോനെ കണ്ടു, മോസ്റ്റ് ഹൈ ഗോഡിനെ കണ്ടു, അത്യുന്നതനായ ദൈവത്തെ കണ്ടു. ഈ സാഹചര്യം നമുക്കറിയാം. 4 രാജാക്കന്മാർ വന്ന 5 രാജാക്കന്മാരെ ആക്രമിച്ചു തോൽപ്പിച്ചു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചോണ്ടു. ഈ സംഭവം അറിഞ്ഞ അബ്രഹാം തന്റെ കൂടാരത്തിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുമായി അവരുടെ പുറകെ ചെന്ന ഈ 4 രാജാക്കന്മാരെ തോൽപ്പിച്ച കൊള്ള മുഴുവനും മടക്കിക്കൊണ്ടുവന്നു. ഉടനെ ശാലേം രാജാവ് ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കീസേദക്ക് അബ്രഹാമിനെ എതിരേറ്റിയത്. അവന് അപ്പവും വീഞ്ഞും കൊടുത്തു. അവൻ പറയുന്ന കാര്യമാണ്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം. ഈ അത്യുന്നതനായ ദൈവം എന്ന ആ അധ്യായത്തിൽ ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 18-ാം വാക്യത്തിലുണ്ട്. 14-ാം അധ്യായം 18-ാം വാക്യം. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. 2 19-ാം വാക്യത്തിലുണ്ട്. അത്യുന്നതനായ ദൈവം. 3 നമ്മളിപ്പം വായിച്ച 20-ാം വാക്യം. അത്യുന്നതനായ ദൈവം. 4 23-ാം വാക്യം. അത്യുന്നതനായ യഹോവ. എന്താ ഇത് അർത്ഥമാക്കുന്നത്? അബ്രഹാമേ, ഈ ശത്രുക്കളെ ജയിക്കാൻ കാരണം നിന്റെ ശക്തിയല്ല, നിന്റെ കൂടാരത്തിൽ ജനിച്ച 318 അഭ്യാസികളുടെ കായബലമല്ല, അത്യുന്നതനായ ദൈവമാണ് നിനക്ക് ഈ ജയം തന്നത്. സ്തോത്രം. നമ്മളെക്കാൾ ശക്തിയുള്ള ശത്രുക്കൾ നമുക്കെതിരായ യുദ്ധത്തിന് വരുമ്പോൾ അവരുടെ മേൽ ജയമെടുക്കാൻ കാരണം നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ അല്ല, അത്യുന്നതനായ ദൈവം നമ്മുടെ സഹായത്തിനായി ഇറങ്ങി വരുന്നത് കൊണ്ട്. അത്യുന്നതനായ ദൈവത്തെ കണ്ട അബ്രഹാമിന്റെ പ്രതികരണം 20-ാം വാക്യത്തിൽ വായിച്ചു. അവന് സകലത്തിലും ദശാംശം കൊടുത്തു. ഇതാണ് പ്രതികരണം. തേജോമനായ ദൈവത്തെ കണ്ടി അബ്രഹാമിന്റെ പ്രതികരണം പഴയ ബന്ധങ്ങൾ അറുത്തു മാറ്റി. അത്യുന്നതനായ ദൈവത്തെ കണ്ട അബ്രഹാമിന്റെ പ്രതികരണം സകലത്തിലും ദശാംശം കൊടുത്തു.
കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം, ജയോത്സവമായി നമ്മെ നടത്തുന്ന അത്യുന്നതനായ ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാടാണ്. ഇനി 3, അബ്രഹാം ദൈവത്തെ അറിഞ്ഞ, എങ്ങനെയുള്ള ദൈവത്തെ അബ്രഹാം അറിഞ്ഞു? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മതി. 3-ാമത് അബ്രഹാം അറിഞ്ഞ ദൈവം ഓൾമൈറ്റി ഗോഡ്, സർവശക്തിയുള്ള ദൈവം. ഓൾമൈറ്റി ഗോഡിന് എബ്രായ ഭാഷയിൽ ഏൽ ഷദ്ദായി എന്നാ പറയുന്നത്. ഏൽ ഷദ്ദായി. ഷദ് എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം മാതാവിന്റെ മാർവിടമെന്നാണ്. ആ വാക്കിന്റെ അർത്ഥം കരയുന്ന കുഞ്ഞിന്റെ കണ്ണുനീരുണങ്ങുന്ന സ്ഥലമാണത്. ഭയക്കുന്ന കുഞ്ഞ് ഭയം മാറി ഉറങ്ങുന്ന സ്ഥലമാണത്. വിശക്കുന്ന കുഞ്ഞിന്റെ വിശപ്പ് മാറുന്ന സ്ഥലമാണത്. ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, ഞാൻ നിനക്ക് ഷദ്ദായിയാണ്. എന്റെ മാർവിടത്തിൽ നീ ചായുമ്പോൾ നിന്റെ കണ്ണുനീർ ഉണങ്ങും. എന്റെ മാർവിടത്തിൽ നീ ചായുമ്പോൾ നിന്റെ ഭയം മാറും. അങ്ങനെ ഏൽ ഷദ്ദായിയെ കണ്ടുമുട്ടുവാൻ ദൈവം നമുക്കും ഭാഗ്യം തന്നു. നമ്മുടെ കണ്ണീർ അവന്റെ മാർവിൽ ചായുമ്പോൾ ഉണങ്ങുന്നുണ്ട്. നമ്മുടെ എല്ലാ വിശപ്പും അവന്റെ മാർവിൽ ചായുമ്പോൾ മാറുന്നുണ്ട്. ഏതു ഭയവും മാറി സ്വസ്ഥമായി വിശ്രമിക്കുന്ന ഇടം ഈ ഏൽ ഷദ്ദായിയാണ്. ഓൾമൈറ്റി ഗോഡ്. ഈ ഏൽ ഷദ്ദായിയെ കണ്ടി അബ്രഹാം, അറിഞ്ഞ അബ്രഹാം, അവന്റെ പ്രതികരണം. ആ അധ്യായം ഒടുവിലത്തെ വാക്യം 27-ാം വാക്യം. ഇതാണ് സർവശക്തിയുള്ള ദൈവത്തെ കണ്ടി അബ്രഹാമിന്റെ പ്രതികരണം. പരിച്ഛേദനയേറ്റു. പരിച്ഛേദനയുടെ നിയമം ദൈവം സ്ഥാപിച്ചു കൊടുക്കുന്ന അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം. ഈ അധ്യായം ഗോൾഡൻ ചാപ്റ്റർ ഓഫ് ദ ബൈബിൾ. അതിന് കാരണമായി ഇവ ചൂണ്ടിക്കാട്ടുന്നത്, ഈ അധ്യായത്തിൽ നിയമം എന്ന വാക്ക് 13 പ്രാവശ്യം കാണും. നിയമം, നിയമം, നിയമം. എന്തിന്റെ നിയമം? പരിച്ഛേദനയുടെ നിയമം. ഇന്നും യഹൂദൻ തന്റെ ശരീരത്തിൽ സൂക്ഷിക്കുന്ന അടയാളത്തിന്റെ നിയമം. ആ നിയമം സ്ഥാപിക്കുന്ന അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം. ഓൾമൈറ്റി ഗോഡിനെ, ഏൽ ഷദ്ദായിയെ, സർവശക്തിയുള്ള ദൈവത്തെ അറിഞ്ഞ അബ്രഹാം പരിച്ഛേദനയേറ്റു. എന്താ പരിച്ഛേദന? പരിച്ഛേദന 2 വാക്കിൽ സംക്ഷേപിക്കാം. 1 വേദന, 2 ഒറ്റപ്പിടി. ഇതാണ് പരിച്ഛേദനയുടെ ആകത്തുക. പരിച്ഛേദന ഏൽക്കുന്ന വ്യക്തി വേദനപ്പെടും, വേദനിക്കും. 2 അവൻ ഒറ്റപ്പെടും. അവൻ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കണം ഏറിയ നാൾ. പുതിയ നിയമ പരിച്ഛേദന എന്താ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും 2 ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും 3 ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക. ഇതാണ് പുതിയ നിയമ പരിച്ഛേദന. പുതിയ നിയമ പരിച്ഛേദന ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. അങ്ങനെ ഒരു വ്യക്തി ആരാധിക്കാൻ തുടങ്ങിയാൽ
അവന് വേദനയുണ്ട്, അവൻ സമൂഹത്തിൽ ഒറ്റപ്പെടും. ക്രിസ്തുവേശുവിൽ മാത്രം പ്രശംസിക്കുന്നവൻ, അവന് വേദനയുണ്ടാകും, കുടുംബത്തിൽ അവൻ ഒറ്റപ്പെടും. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക, ലോകത്തെ ആശ്രയിക്കാതിരിക്കുക, അവന് വേദനയുണ്ട്, അവൻ ഒറ്റപ്പെടും. ഓൾമൈറ്റി ഗോഡിനെ, എൽ ഷദ്ദായിയെ കണ്ട അബ്രഹാമിന്റെ, സർവശക്തിയുള്ള ദൈവത്തെ കണ്ട് അബ്രഹാമിന്റെ പ്രതികരണം, അവൻ പതിച്ചതിനെ ഏറ്റു. അബ്രഹാം അറിഞ്ഞ നാലാമത്തെ ദൈവം, ദൈവത്തെ നാലാമത് അബ്രഹാം എങ്ങനെ അറിഞ്ഞു? ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 33-ാം വാക്യം. 21-ാം അധ്യായം 33-ാം വാക്യം. അബ്രഹാം അറിഞ്ഞ നാലാമത്തെ ദൈവം നിത്യദൈവം, എവർലാസ്റ്റിംഗ് ഗോഡ്. മൂലഭാഷയിൽ ഏൽ ഒലാം എന്നാ പറയുന്നത്, ഏൽ ഒലാം. എവർലാസ്റ്റിംഗ് ഗോഡിനെ, ഏൽ ഒലാമിനെ, നിത്യനായ ദൈവത്തെ കണ്ടി അബ്രഹാമിന്റെ പ്രതികരണം, അവിടെ ആരാധിച്ചു എന്ന വാക്ക് നമ്മൾ കാണുന്നു. അത് ശരിയാണെങ്കിൽ തന്നെ ആ ആരാധനയുടെ ശ്രേഷ്ഠതയാണ് അടുത്ത അധ്യായത്തിൽ കാണുന്നത്. 22-ാം അധ്യായത്തിൽ വിലയേറിയതിനെ യഹോവയ്ക്ക് വേണ്ടി യാഗം കഴിച്ച അവൻ ദൈവത്തെ ആരാധിച്ചു. ആരാധിച്ചു എന്ന് 21-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എങ്ങനെ ആരാധിച്ചു? മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ മോദിയാമലയുടെ ചൂട്ടിലെത്തിയപ്പോൾ അബ്രഹാം ബാലിക്കാതോട് പറഞ്ഞു, നിങ്ങൾ എവിടെ ഇരിക്ക, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞേച്ചു വരാം. എന്താരാധന? വിലയുള്ളതിനെ ദൈവത്തിനായി കൊടുത്തുകൊണ്ടുള്ള ആരാധന. തന്റെ ഏകജാതനായ പുത്രൻ വധകെടുത്ത മകന്റെ തോളിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു. ആ 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഈ പോകുമ്പോൾ ഇസ്ഹാക്ക് അപ്പനോട് ചോദിക്കുന്ന, അപ്പ എന്താകുന്ന മകനെ? തീയുണ്ട്, വിറകുണ്ട്. അതിന്റെ 4-5 വാക്യങ്ങളാണെന്ന് തോന്നുന്നു, ഒന്ന് വായിക്കാം. ആ, കണ്ടു. ആ ആ ആ വിറക് മകന്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു. ആ ആ ആ ഈ തീയും വിറകും തന്നെയാണോ ഉള്ളത്? വേദനയുടെ കാര്യം കൂടെ ഇല്ലയോ? ഏതാ അത്? തീയും കത്തിയും അബ്രഹാം എടുത്തു, വിറക് മകന്റെ തോളിലും വെച്ചു. ഇപ്പൊ ഇസാക്ക് പറയുന്നത് എന്തുവാ? തീയുണ്ട്, വിറകുണ്ട്. കത്തി ഇവനങ്ങം മറച്ചു വെച്ചു. അത് ബൈബിളിലെ ചിന്തയാണ്. വലിയ സംഖ്യയെ ചെറുതാക്കി കാണുന്നത് ബൈബിളിന്റെ ചിന്തയാണ്. പുതിയ നിയമത്തിലുമുണ്ട്. 5 അപ്പം കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിച്ച സംഭവത്തിൽ യഥാർത്ഥ സംഖ്യയല്ല അവിടെ നമുക്ക് ലഭിക്കുന്നു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ 5000 പുരുഷന്മാർ. അപ്പം ഫുൾ സംഖ്യയല്ല അവിടെ കിട്ടുന്നത്. അത് വേണം നമ്മൾ ഗണിച്ചെടുത്തോണം. 7 അപ്പം കുറെ ചെറുമീനും വാഴ്ത്തിക്കൊടുത്തപ്പോഴും ഭക്ഷിച്ചവരുടെ യഥാർത്ഥ എണ്ണം തരുന്നില്ല. അവിടെ ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ 4000 പുരുഷന്മാർ. വലിയ സംഖ്യയെ ചെറുതാക്കി അവതരിപ്പിക്കുന്നത് വേദപുസ്തക ചിന്ത. പക്ഷെ ഇന്നത്തെ ആധുനിക ചിന്ത ഞങ്ങളെ പോലുള്ളവരുടെ ചെറിയ സംഖ്യയെ പെരുപ്പിച്ച് കാണിക്കും.
ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ റാന്നിയില് കൺവെൻഷന് പ്രസംഗിച്ചു എന്ന് വെച്ചോ. ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ റാന്നിയിലായിരുന്നു, രാജീവ് മേത്തയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ. 5000 പേരുണ്ടാകും. നിങ്ങൾ കണ്ടോ? ഞാൻ തലയെണ്ണിയായിട്ടാണോ പറയുന്നത്? ആകെ 500 ഉള്ളൂ. പിന്നെ 5000 പെരുപ്പിച്ച് പറയുന്നത് ഇന്നത്തെ ഞങ്ങളുടെ ചിന്ത. വേദപുസ്തകത്തിലെ ചിന്ത നേരെ തിരിച്ച. വലിയ സംഖ്യയെ ചെറുതാക്കി കാണിക്കുന്നതാണ് വേദപുസ്തക ചിന്ത. 3 കൃപയുണ്ട്: തീയ, കത്തി, വതകം. ഇസാക്ക് 2 പറഞ്ഞോളൂ, 1 വിട്ടു. പിന്നെ ഇല്ലാത്തത് ചോദിക്കും. ഹോമയാഗത്തിനുള്ള ആട്ടുകുട്ടി. ആ ചോദ്യത്തിന് അബ്രഹാം കൊടുക്കുന്ന മറുപടി സത്യമല്ല. സത്യമല്ല പറഞ്ഞത് വിശ്വാസം. ഈ ചോദ്യത്തിന്റെ സത്യമായ മറുപടി, ആട്ടുകുട്ടി എന്ത് ചെയ്യും? സത്യം പറയാൻ പോവുക നീ തന്നെയാ. ഇതല്ലേ സത്യം? സത്യം ഇവൻ ആട്ടുകുട്ടി. ഈ സത്യം പറഞ്ഞാൽ മകൻ മുതുവേൽക്കും. അതുകൊണ്ട് അബ്രഹാം സത്യം പറയാതെ വിശ്വാസം പറഞ്ഞു. വിശ്വാസം എന്തുവാ? യഹോവ കരുതിക്കൊള്ളും. ആ കരുതൽ പുസ്തകത്തിൽ എഴുതി വെച്ചു. ആട്ടുംകുട്ടി കൊമ്പിൽ ചുറ്റിക്കിടന്നു എന്നൊക്കെ എഴുതി വെച്ചപ്പോഴേ നമ്മുടെ തലയിൽ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞു. അബ്രഹാം മകനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ ആട്ടിൻകുട്ടിയെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ദൈവം കരുതിക്കൊള്ളും. അവിടെ കൊണ്ടുവന്നു, യാഗപീഠം പടുന്നു, മകനെ കെട്ടി യാഗപീഠത്തിൽ കടത്തി കത്തിയെടുത്ത് ഓങ്ങിയപ്പോൾ സ്വർഗ്ഗം ഇടപെട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കൊമ്പ് കാറ്റിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരാട്ടിൻകുട്ടിയെ കണ്ടു. അതിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. അവനിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ചു. അതിനുള്ള ബന്ധത്തിൽ അബ്രഹാം ദൈവത്തെ അറിഞ്ഞ 4 വിധങ്ങൾ കണ്ടു. തേജോമനായ ദൈവം, അത്യുന്നതനായ ദൈവം, സർവശക്തിയുള്ള ദൈവം, നിത്യനായ ദൈവം. പ്രതികരണങ്ങളും കണ്ടു. ഇനി അബ്രഹാം തലപൊക്കി നോക്കി അനുഗ്രഹം പ്രാപിച്ച 4ാമത്തെ രംഗം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അബ്രഹാം 4ാമത് തലപൊക്കി നോക്കിയപ്പോൾ ദൈവീക കരുതൽ കണ്ടു. ദൈവത്തിന്റെ കരുതൽ കണ്ടു. മകനു വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഈ ആടിന്റെ കൊമ്പ് തലയാ ചുറ്റിക്കിടക്കുന്നത്. ഇതിന്റെ കയ്യോ കാലോ ആണ് ചുറ്റിക്കിടന്നിരുന്നു എങ്കിൽ താഴെ എത്തിയപ്പോഴേ ഇതിന്റെ അലച്ചൂല് കേൾക്കാം. പക്ഷെ ഈ ആടിന്റെ തല ചുറ്റിക്കിടക്കുക, കൊമ്പും തലയും എല്ലാം കൂടെ. വാ പൊളിക്കാൻ വയ്യ. ദൈവത്തിന് അറിയാം കരുതലിനെ എങ്ങനെ കുരുക്കിയിടണോ. അതുപോലെ കുരുക്കി അങ്ങോട്ട് ഇട്ടു. അവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു വസ്തുതയുണ്ട്. ഈ കൊമ്പ് ചുറ്റിക്കിടക്കുന്ന ഈ ആട്ടിൻകുട്ടിയെ ഒരു കാട്ടുമൃഗവും കണ്ടില്ല. ഈ മോറിയാമല എന്ന് വെച്ചാൽ ജനവാസമൊന്നുമില്ല, കാട്ടുപ്രദേശമാണ്. പിന്നെ ശലോമോൻ ആലയം പണിതു. അത് പിന്നെ അവിടെ ഉണ്ടായതായ വികസന പ്രക്രിയകളാണ്. അബ്രഹാം യാഗം കഴിക്കാൻ പോകുമ്പോൾ ഇത് കാട്ടുപ്രദേശം. ഒരു കാട്ടുമൃഗവും ഈ ആട്ടുംകുട്ടിയെ കണ്ടില്ല. ഇടയനായ ദാവീദ് കൂടെ ഉള്ളപ്പോൾ അവന്റെ ആടുകളിൽ ഒന്നിനെ സിംഹം പിടിച്ചു. ഇടയനായ ദാവീദ് കൂടെ ഉള്ളപ്പോൾ നോക്കി നിൽക്കെ കരടി വന്ന് മറ്റൊരാടിനെ പിടിച്ചു. ഇടയനുള്ളപ്പോൾ ഈ ആടിനെ പിടിച്ചിടത്തോളം ഇടയനുമില്ല, ഒന്നുമില്ല. ഓടാനും വയ്യാത്ത വിധത്തിൽ കുരുങ്ങി കിടക്കുക.
പക്ഷെ ഒരു കാട്ടുമൃഗവും അതിനെ കണ്ടില്ല. ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതി വച്ചത് മറ്റാരുടെ കണ്ണിൽ പെടത്തില്ല, നിന്റെ കണ്ണിൽ മാത്രമേ പെടത്തുള്ളൂ. സ്തോത്രം. നിനക്ക് വേണ്ടി കരുതിയ നന്മ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയ നന്മ നിന്റെ കണ്ണിൽ മാത്രമേ തക്ക സമയത്ത് വെളിപ്പെടത്തുള്ളൂ. അബ്രഹാം തലപൊക്കി നോക്കി, ദൈവത്തിന്റെ കരുതൽ കണ്ടു. എന്റെ ചിന്ത അവസാനിപ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെ തലപൊക്കി ദൈവത്തെ അറിഞ്ഞ അബ്രഹാമിന് വേദപുസ്തകത്തിൽ 6 പേരുകൾ കൊടുത്തിട്ടുണ്ട്. അബ്രഹാമിന് ലഭിച്ച 6 പേരുകൾ. 1, ദൈവത്തിന്റെ സ്നേഹിതൻ. യാക്കോബിന്റെ ലേഖനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം. 2-ാം അധ്യായം. അബ്രഹാമിന്റെ 1-ാമത്തെ പേര് ദൈവത്തിന്റെ സ്നേഹിതൻ. ഞാൻ പറഞ്ഞ പഴയ നിയമത്തിൽ പലയിടത്ത് ഇത് ആവർത്തിച്ച് പറയുന്നു. 2 വാക്യം കൂടെ പഴയ നിയമത്തിൽ ചൂണ്ടിക്കാണിക്കാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 7-ാം വാക്യം. 7-ാം വാക്യം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 7-ാം വാക്യം. കണ്ടോ? നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക്. അബ്രഹാമിനെ പരിചയപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്നേഹിതൻ. ദൈവം ഇസ്രായേലിനെ ഓമനപ്പേര് ചൊല്ലി വിളിച്ച് വരുമ്പോൾ അവിടെയും പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. 41-8 യെശയ്യാ പ്രവചനം. കണ്ടോ? അബ്രഹാമിന്റെ സന്തതി ഇസ്രായേൽ മക്കളെ അങ്ങ് വിളിച്ച് വന്ന് ഒടുവിക്കൊണ്ട് പറയുന്നു, എന്റെ സ്നേഹിതനായി അബ്രഹാമിന്റെ സന്തതി. എന്താ ഈ സ്നേഹിതൻ എന്ന് വെച്ചാൽ എന്താ? ഈ സ്നേഹിതന്മാരുടെ പ്രത്യേകത രഹസ്യങ്ങൾ പങ്കുവയ്ക്കും. നമ്മുടെ പിള്ളേർ അപ്പനോടും അമ്മയോടും പറയാത്ത രഹസ്യം അവിടെ കൂട്ടുകാരോട് പറയും. അതുകൊണ്ട് ഈ കല്യാണം ആലോചിക്കുമ്പോൾ പ്രായമുള്ളത് പറയില്ല, ഞങ്ങൾ ചെയ്യുന്ന കാര്യം. അവന്റെ കൂട്ടുകാരാണ്, അവരോടൊന്ന് ചോദിക്കാം. കൂട്ടുകാരെ പിടിച്ചാൽ സൂക്ഷം വ്യക്തിയുടെ ചിത്രം കൈ കിട്ടും. പിന്നെ ഇപ്പോഴത്തെ കൂട്ടുകാരും മുണ്ടത്തുമില്ല. സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ രഹസ്യം പങ്കുവയ്ക്കും. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ ദൈവം തന്റെ രഹസ്യം അബ്രഹാമുമായി പങ്കുവച്ചു. എന്റെ സ്നേഹിതനായ അബ്രഹാമിനെ മറച്ച എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. സൊദോം ഗൊമോര പട്ടണം നശിപ്പിക്കുന്ന കാര്യത്തില്ല. അബ്രഹാമിനെ മറച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവൻ എൻ്റെ സ്നേഹിതനാണ്. അബ്രഹാമിന് ലഭിച്ച 1-ാമത്തെ പേര് ദൈവത്തിന്റെ സ്നേഹിതൻ. 2-ാമത്തെ പേര് ദൈവത്തിന്റെ പ്രഭു. ദൈവത്തിന്റെ പ്രഭു. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 6-ാം വാക്യം. 23-ാം അധ്യായം 6-ാം വാക്യം. ദേശനിവാസികൾ അബ്രഹാമിനെ പറ്റി പറയുക. ശ്മശാന ഭൂമി വാങ്ങുന്നതിനോടുള്ള ബന്ധത്തിലാണ്. വില തരാം. അവർ പറഞ്ഞു, വേണ്ട, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. അബ്രഹാമിന് ലഭിച്ച 3-ാമത്തെ പേര്
പ്രവാചകൻ. അത് ദൈവം തന്നെ പറയുന്ന പേരാണ്. 20-ാം അധ്യായം അബീമേലെക്കിനുള്ള ബന്ധത്തിലാണ്. സാറായിയെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ 20-ാം അധ്യായം 7-ാം വാക്യം. അവനൊരു പ്രവാചകൻ. ഇത് ദൈവം പറയുന്ന പേരാണ്, അവനൊരു പ്രവാചകൻ. ഇനി 4-ാമത്തെ പേര് പരിച്ഛേദനക്കാരുടെ പിതാവ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പിതാവ്. റോമാലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. റോമാലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. ആരാ പരിച്ഛേദനക്കാർ? യഹൂദജാതി. അവനാ പ്രമാണമുള്ളത്. അപ്പൊ പരിച്ഛേദനക്കാരുടെ പിതാവ് എന്ന് പറഞ്ഞാൽ യഹൂദന്റെ പിതാവ്. അതാ പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവുണ്ടെന്ന് പറയുന്ന എന്താ? വിലപ്പം പറഞ്ഞാൽ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. ആ കാര്യം റോമാലേഖനകത്ത് പറയുന്നത്, അവൻ പരിച്ഛേദനക്കാരുടെ പിതാവ്, യഹൂദന്റെ പിതാവ്. 5-6 പേരുകൾ ഒറ്റവാക്യത്തിലുണ്ട്. അവൻ വിശ്വാസികളുടെ പിതാവ്, 6-ാമത് ബഹുജാതികൾക്ക് പിതാവ്. റോമാലേഖനം 4-ാം അധ്യായം തന്നെയാണ്. റോമാലേഖനം 4-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ അത് രണ്ടും ഉണ്ട്. അവിടെ നമുക്കെല്ലാവർക്കും പിതാവ എന്ന് പറയുന്നത് സഭയുടെ കാര്യമാണ്. വിശ്വാസികളുടെ പിതാവ്, വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നു. ഇനി താഴോട്ട് വായിക്കാം. 18-ാം വാക്യത്തിലുണ്ട്. താഴോട്ട് അതാണ് 6-ാമത്തെ പേര്, ബഹുജാതികൾക്ക് പിതാവ്. ആ ബഹുജാതികൾ എന്നുള്ളതിനത് അറബികളൊക്കെ പെടും. ബഹുജാതികൾക്ക് പിതാവ്. അപ്പോൾ അവൻ പരിച്ഛേദനക്കാർക്ക് പിതാവ്, വിശ്വാസികൾക്ക് പിതാവ്, ബഹുജാതികൾക്ക് പിതാവ്. ഈ 6 പേരുകൾ ദൈവത്തിലേക്ക് തല ഉയർത്തിയ അബ്രഹാമിന് വേദപുസ്തകം കൊടുത്തു. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അബ്രഹാം 4 പ്രാവശ്യം ദൈവത്തിലേക്ക് തല ഉയർത്തി ദൈവത്തെ അറിഞ്ഞപ്പോൾ, ദൈവം 1 പ്രാവശ്യം അബ്രഹാമിലേക്ക് തല ഉയർത്തി നോക്കി അവനിൽ കണ്ട ഒറ്റ കാര്യം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ദൈവം അബ്രഹാമിൽ നോക്കിക്കണ്ട ഒരൊറ്റ കാര്യം. അടുത്തത്, ദൈവം അബ്രഹാമിൽ നോക്കിക്കണ്ട ഏക കാര്യം വിശ്വസ്തതയുള്ള ഹൃദയം. നാം ദൈവത്തെ നോക്കിക്കാണുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു, നല്ലതാ. അപ്പോൾ തന്നെ ദൈവം നമ്മെ എപ്പോഴെല്ലാം നോക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവം നമ്മളിൽ കാണേണ്ട ഏക കാര്യം വിശ്വസ്തതയുള്ള ഹൃദയം. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ശാന്തമായി ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുകയായി. അബ്രഹാം ദൈവത്തെ തല ഉയർത്തി നോക്കിയ 4 രംഗങ്ങൾ. 1, വാഗ്ദത്ത ദേശം നോക്കിക്കണ്ടു, അവകാശമാക്കി. 2, വാഗ്ദത്ത സന്തതികളെ നോക്കിക്കണ്ടു, അവനത് അവകാശമാക്കി. 3, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ തന്നെ നോക്കിക്കണ്ടു, അവനിൽ നിന്ന് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു. ആ ദൈവത്തെ 4 വിധത്തിൽ അബ്രഹാം അറിഞ്ഞു. 1, തേജോമയനായ ദൈവമായി.
2 അത്യുന്നതനായ ദൈവമായി. 3 സർവശക്തിയുള്ള ദൈവമായി. 4 നിത്യനായ ദൈവമായി. 4-ാമത് അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ കണ്ടു. ആ ദൈവം നമ്മെ തലപൊക്കി നോക്കുമ്പോൾ നമ്മളിൽ നമ്മുടെ ദൈവം കാണേണ്ട ഏക കാര്യം വിശ്വസ്തതയുള്ള ഹൃദയം. ആ നിലയിൽ നമുക്ക് കർത്താവിന് മുമ്പിൽ ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കേൾക്കപ്പെട്ട ദൈവദൂതിന് മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം തല ഉയർത്തി കണ്ട 4 കാര്യങ്ങൾ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാ സംസാരിച്ചല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോൾ തന്നെ ദൈവം അബ്രഹാമിൽ കണ്ട ഒരേ ഒരു കാര്യം വിശ്വസ്തത. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ നോക്കുന്നു. നാം വിശ്വസ്തരാണോ? നാം വിശ്വസ്തയോടെ ആണോ ദൈവത്തെ സേവിക്കുന്നത്? ഈ പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം കേൾക്കപ്പെട്ട ദൈവദൂതിന് മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പനിമിഷം നമുക്ക് ആരാധിക്കാം. ശക്തിയോടെ ശക്തിയോടെ ആരും മൗനമായിരിക്കാതെ ഉടബല ബൗഡബ രാബല ശൂഡബ രംദല രഗടല വൈഡാലാബ ജീകാരംദ വൈഡബ ലാബല ശൂഡബ രംദല വൈഡം ദാരം പ്രീഡബ രംദല റൗഡൽ കാലം ചൂഡബ രംദല ഉഡാരാബ ശംദാരാബ വൈഡാലാബ ജീഡാരാബ. ആമേൻ 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 ആമേൻ. ഉടബലംദൽ വൗഡൽ കാര ശംദാരാബ വൈഡാലാബ ഉടബലംദൽ കരകം ദാരം പ്രീഡബലംദൽ വൗഡൽ പാല ശൂഡാരാബ ഉഡാരാബ ലാബ ഷീഡാരാബ ലാബ വൈഡലാബ ചൂഡരംദ വൈഡരാബ ജീകരാബ. ആമേൻ ആമേൻ. ദൈവാന ശുശ്രൂഷ കർത്താവിന്റെ ദാസനെ ഓർത്തുകൊണ്ട്, അമ്മ തന്റെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് താൻ കടന്നു പോകുന്ന സ്ഥാനത്തെല്ലാം ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തി വെളിപ്പെടുവാൻ, പിന്നെയും ആരോഗ്യത്തോടെ ദൈവം നിർത്തുവാൻ അമ്മ കർത്തൃദാസനെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം പോരാടി പ്രാർത്ഥിക്കാം. ഉടകല ഉടബലാബല ശീകൽ കൗഡാരാഗ ധീകാരംദ ഉടൽപൗഡ ശംദാരാബ വൈഡാലാബ ചൂടാരംദ ദീകബരൗഡ പാരം ചൗഡം ജീകസ്കംദൽ വൗഡൽ പാലവ ഉടാരാബ രാബ ഷീഡാരാബ രാബ വൈഡാല ധീരാരാബ ധീകാരാബ രാബ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പാസ്റ്റർ ജിജി അലക്സാണ്ടർ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ മധ്യാഹ്നത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകലും അങ്ങയുടെ പാതാന്തിയെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കണ്ണുനീരോടും നിരസനിലേക്ക് അടുത്ത് വരുവാൻ തന്ന എല്ലാ അവകാശങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ പകർന്നല്ലോ. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലൂടെ നടകൊണ്ടതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽ അവിടുത്തെ ദാസനോട് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം വരുന്ന ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, ദാസൻ്റെ കണ്ണജമാൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണജമാനത്തിൻ്റെ കയ്യിലേക്ക് എന്ന പോലെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ കർത്താവെ അവിടുന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അബ്രഹാം തലപോക്കി നോക്കി അതിലൂടെ ലഭിച്ചതായ വാഗ്ദത്തങ്ങൾ, ലഭിച്ചതായ അനുഗ്രഹങ്ങൾ, ലഭിച്ചതായ ആമേൻ ദൈവിക കരുതലുകളെ ഓർത്ത് ഞങ്ങൾ നന്ദി കരേറ്റിക്കൊണ്ട് പിന്നെയും തിരുമുഖത്തേക്ക് തന്നെ നോക്കുവാൻ ഏത് സാഹചര്യത്തിലും ആമേൻ അനുകൂലമായ സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങേക്ക് കർത്താവെ കൊള്ളാകുന്നവരായി വിശ്വസ്തരായി നിന്റെ മുമ്പാകെ നിലകൊള്ളുവാൻ തക്കവണ്ണം അവിടുന്ന് പിന്നെയും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് അങ്ങയുടെ ദാസനെ അഭിഷേകം ചെയ്ത് ശക്തീകരിച്ചതിനായി സ്തോത്രം. പിന്നെയും ബലപ്പെടുത്തണമേ, അനേകർക്ക് പ്രയോജനമുള്ളതാക്കി കർത്താവ് നിർത്തണമേ, കുടുംബമായി സഹായിക്കണമേ, ചെറുകടിയും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. ഇന്ന് പകൽ കർത്താവ് ഇതിൻ്റെ വചനം കേട്ട് കടന്നു പോകുക മാത്രമല്ല, അതിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അങ്ങയോട് ചാരിയിരിപ്പാൻ, അങ്ങയിൽ ആശ്രയിപ്പാൻ അവിടുന്ന് പിന്നെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് മാറ്റമില്ലാത്ത ദൈവമാണ്. അവിടുന്ന് നിത്യനായ ദൈവമാണല്ലോ കർത്താവേ. തന്നിൽ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാത്ത ദൈവമേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അവിടുന്ന് പ്രവർത്തിക്കും വരെയും കാത്തിരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽ ഞങ്ങളെ സഭയായിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ ക്ഷീണിതരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അവിടുത്തെ വലിയ കാര്യം ഓരോരുത്തരുടെ മേലെ നീട്ടുമാറാകണമേ കർത്താവേ. ഇന്ന് ദൈവിക വിടുതലും ആശ്വാസം പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാൻ സ്വർഗമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ അവിടുത്തെ വലിയ വിടുതൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ആശീർവാദത്തോടെ പറഞ്ഞയക്കണം. അങ്ങയുടെ ദാസന്മാരെല്ലാം ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ജനത്തിനായി സ്തോത്രം.
കർത്താവെ, ഇന്ന് വൈകിട്ട് നടക്കുന്ന മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ആയിരിക്കുമ്പോൾ ദൈവസഭയായത് വിടുതലാക്കി തീർക്കണമേ. എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് വിടുതലായി, അനുഗ്രഹമായി, ആത്മീക വർധനമായി തീരുവാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരമച്ചതിനായി സ്തോത്രം. ആശീർവാദത്തോടെ പറഞ്ഞയക്കും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവ് പ്രാർത്ഥനകർത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മെ ഇന്ന് പകൽ ധന്യമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം.